നന്മയുടെ വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹു പറയുകയാ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലെയൊക്കെ ചെയ്. ഉദാഹരണം പറഞ്ഞ അള്ളാഹു പറഞ്ഞു നിസ്കരിക്കാൻ. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ എങ്ങനെ നിസ്കരിക്കണോന്നാ അള്ളാഹ് പറഞ്ഞേ? വെടി കൊണ്ടതുപോലെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എടാ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ എങ്ങനെ നിസ്കരിക്കണം? കസേരയിൽ ഇരിക്കണം, ഇല്ലേ? എവിടെ ഇരിക്കണം? പള്ളിയിലെ കസേര കളി മത്സരം എന്ന് നിർത്തുന്നോ അന്നേ നിങ്ങളുടെയൊക്കെ രോഗം മാറും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കാർ വിചാരിച്ചിരിക്കുന്നത് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കണമെന്ന്. കാരണം അതുകൊണ്ടല്ലേ കസേര വാങ്ങിച്ചിട്ടിരിക്കുന്നത്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു പള്ളിക്കകത്ത് ആരെങ്കിലും തറയിൽ ഇരുന്ന് നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹ് പറഞ്ഞ് ഇരുന്ന് നിസ്കരിക്കാനല്ലേ. അതിന് പറ്റാത്തവനല്ലേ കസേര ഇരേണ്ടത്. ഈ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ കൊണ്ട് 2000-ന്റെ നോട്ട് ഇങ്ങനെ ഇടണം. എന്തായാലും അത് നിരോധിക്കാൻ പോകുന്ന പറയണേട്ടെ. ഈ കസേരയിൽ ഇരിക്കുന്നവരുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വേണ്ടവരൊക്കെ എടുത്തോളാൻ പറയണം. അപ്പം അറിയാം കുനിയാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കസേരയിലിരിക്കുന്ന വെള്ളിയാഴ്ച പള്ളിയിലെ ഖത്തീബ് പറയാ, ഈ കസേരയിലിരിക്കുന്നവരോടൊരു മത്സരം. ആരാണോ നല്ലതുപോലെ ഒന്ന് സുജൂദ് പെട്ടെന്ന് ചെയ്യുന്നത് ആ മനുഷ്യനൊരു സമ്മാനം തരാന്ന് പറഞ്ഞാൽ വീഴും. അപ്പൊ പറ്റും. അള്ളാഹു പറയുന്ന നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരിക്കാൻ പറ്റാത്തവൻ കടന്നോ. ഒളിവെടുക്കാതെ നിസ്കരിക്കാൻ പറ്റുമോ? ഒളിവെടുക്കാതെ നിസ്കരിക്കാൻ പറ്റുമോ? വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യാം? തൈമം ചെയ്യും. അതും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒളിവില്ലാതെ നിസ്കരിക്കാം. ഔറത്ത് മറയ്ക്കാതെ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഔറത്ത് മറയ്ക്കാൻ വസ്ത്രമില്ലെങ്കിൽ തുണിയില്ലാതെ നിസ്കരിക്കാം, ഇല്ലേ? റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കാൻ നിർബന്ധമാ. പക്ഷെ യാത്രക്കാരൻ പിടിക്കണോ? നിങ്ങൾ എന്തപ്പോ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? യാത്രക്കാരൻ പിടിക്കണോ? ബുദ്ധിമുട്ടുള്ളവൻ പിടിക്കണോ? രോഗമുള്ളവൻ പിടിക്കണോ? ഇല്ല. അപ്പൊ എന്തേ പറഞ്ഞത്? അള്ളാഹു പറയുന്നു, നന്മയുടെ വിഷയത്തിൽ നിന്നെ കൊണ്ട് പറ്റുന്നത് പോലെ നീ ചെയ്. എങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്തോ. എന്നാൽ അള്ളാഹു പറഞ്ഞത് കള്ളു കുടിക്കരുതെന്നാ പറഞ്ഞേ. പറ്റുന്ന പോലെയൊക്കെ നിർത്താൻ പറഞ്ഞോ? ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു 60 അടിച്ചോ കുഴപ്പമൊന്നുമില്ല, അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. കള്ളു കുടിക്കരുതെന്നാ അള്ളാഹ് പറഞ്ഞേ. വ്യഭിചാരത്തിന്റെ അടുക്ക പോലും നീ പോകരുത്. ചെയ്യരുതെന്ന് പറഞ്ഞ് ഹറാമാക്കിയ കാര്യം നീ ചെയ്യാനേ പാടില്ല. ഒരു വിട്ടുവീഴ്ച പോലും അള്ളാഹു ചെയ്തില്ല. നന്മയുടെ വിഷയത്തിൽ നിസ്കരിക്കാൻ പറ്റാത്തതിന് ഇരിക്കാൻ കടക്കാതെ അവന്റെ ഇഷ്ടം. എന്നാൽ തെറ്റിന്റെ വിഷയത്തിൽ കള്ളു കുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, പലിശ തിന്നാൻ പാടില്ല, ശരീരം മറയ്ക്കണം, തോന്നിവാസം കാണിക്കരുത്, ഹറാമുകളുടെ പുറകെ പോകരുത്. അത് നിർബന്ധമായിട്ടും അള്ളാഹു പറഞ്ഞു. നന്മയുടെ വിഷയത്തിൽ അള്ളാഹു ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറായി. തെറ്റിന്റെ വിഷയത്തിൽ അള്ളാഹു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അതിന്റെ കാരണം എന്താ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇതേപ്പോ ബോറടിച്ച അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? തെറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈമാനിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞല്ലോ, ഒരു കറുപ്പ് വീഴും, വീണ്ടും കറുപ്പ് വീഴും, വീണ് പിന്നെ കറുപ്പായി പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾ തെറ്റുകൾ ചെയ്താൽ അവന്റെ ഹൃദയത്തിനകത്ത് നിന്ന് ഈമാനിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ. പെട്ടെന്ന് ഉദാഹരണം പറയാം. ഈ സദസ്സിലിരിക്കുന്ന ചില ഉപ്പമാര്, ചില ഉമ്മമാര്, ചില മക്കൾ ഇവിടെ എത്രയോ പേരിരിക്കുന്നുണ്ടല്ലോ. 3 വിഭാഗമാണ് ഇവിടെ ഇരിക്കുന്നത്. ചില ഉപ്പമാര്, ചില മക്കള് പറയും, എന്റെ പൊന്നാര ഉസ്താദേ, എന്റെ വാപ്പായ്ക്ക് 55-60 വയസ്സായി, മുടിയൊക്കെ നരച്ചു, തൊലിയൊക്കെ ചുളുങ്ങി, വാപ്പ ഇപ്പോഴും കള്ളു കുടിക്കുന്നുണ്ട്. മക്കള് പറയാ, 55-60 വയസ്സുള്ള എന്റെ വാപ്പ ഈ പ്രായത്തിലും രണ്ടാമതൊന്നുകൂടെ കെട്ടാൻ വേണ്ടി നടക്കുക, വാപ്പായ്ക്ക് ഇപ്പോഴും അതാ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഉസ്താദെ, വാപ്പച്ചി നന്നാകുന്നില്ല, എന്തേ ഉസ്താദ് ഇങ്ങനെ? ഇല്ലേ താത്താമാരെ, നിന്റെ അമ്മായി അമ്മ അങ്ങനെ പറഞ്ഞാലില്ലേ സന്തോഷം വരും. നിങ്ങൾ തന്നെ ചോദിക്കാറില്ലേ, ആ തള്ളയ്ക്ക് പ്രായമായി 55-60 വയസ്സായ നാവെടുത്ത ഏഷണിയും പരദൂഷണവും ചീത്ത വിളിയും. 24 മണിക്കൂർ അവിടെ ഇരിക്കുന്ന TV-യുടെ ഫ്രണ്ടില് ഉപദേശിക്കാൻ പോയാൽ നിന്നെ കൊല്ലും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ പെണ്ണ് തന്നെ ചിന്തിക്കുക, ഈ തള്ള എന്തേ അല്ലാ നന്നാകാത്ത ഈ പ്രായമായിട്ട്, അല്ലേ? പ്രായമാകുമ്പോൾ ഒരു മനുഷ്യൻ നന്നാവൂലേ? 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആണുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പെണ്ണ് കെട്ടിക്കാനൊന്നും അല്ല, പൊക്കിക്കോ.
സ്റ്റേജിലൊക്കെ കൊല വിളഞ്ഞു കഴിഞ്ഞാൽ വെട്ടണമെന്നാട്ടാ. കൊല വിളഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സൂക്ഷിക്ക്. നിങ്ങൾ പൊക്കണ്ട, അവിടെ ഇരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതിപ്പോ ഞാൻ പറഞ്ഞ പടച്ചവനെ എന്താ പറഞ്ഞത്? എന്താ തേങ്ങയുടെ കാര്യമില്ല പറഞ്ഞ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ 50ഉം 60ഉം വയസ്സ് കഴിഞ്ഞിട്ട് നന്നാകാത്ത ചില സാധനങ്ങളില്ലേ? ഉദാഹരണം, ഒരു പെൺകുട്ടി 18 വയസ്സായി, അവൾ ഒരുത്തനായിട്ട് പ്രണയമായി, തലയ്ക്ക് പിടിച്ചപ്പം വീല് ചാടി, വീടിന്റെ മതിൽ ചാടി ഓടി എവിടെ പോയി പിടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുവന്ന ഉടനെ കൂടപ്പുറപ്പ് സന്തോഷത്തിന് 4 എണ്ണം കൊടുത്തു, കിട്ടിയ ഉടനെ 2 എണ്ണം കൊടുത്തു. വീടിനകത്തിട്ട് തന്റെ പൊന്നാള മകളെ തല്ലുന്നത് കണ്ടപ്പോ ഈ പെറ്റതല്ല, ഉമ്മയല്ലേ, ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്, ഈ 3 കാര്യമോ ഉപ്പയിൽ ഒഴിവാണ്. തന്റെ പൊന്നാര മകളെ തല്ലുന്നത് കണ്ടാൽ ഏതുമ്മയ്ക്കാ സഹിക്കാൻ പറ്റുക? അത് എത്ര വലിയ മോശക്കാരിയാണെങ്കിലും ഉമ്മ കൂട്ടു നിൽക്കുമല്ലോ. തന്റെ പൊന്നാര മകളെ തല്ലുമ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, എന്റെ മകളെ ഒന്നും ചെയ്യരുത്. എന്നിട്ട് പറയുന്നു, ആ മകളുടെ കാല് പിടിച്ചിട്ട് ഉമ്മ പറയുകയാ, അവനെ മറക്കണം മോളെ, അവനുമായി നിനക്കൊരു ജീവിതമില്ല, അവൻ നമ്മുടെ മതക്കാരനല്ല, അതുകൊണ്ട് നീ അവനെ മറക്കണം. ആരാ പറയുന്നത്? പെറ്റതള്ളയാട്. ജന്മം കൊടുത്തതാ നൊന്ത് പ്രസവിച്ച ഉമ്മ മകളുടെ കാല് പിടിച്ചിട്ട് കരയുമ്പോ അവൾ അനങ്ങൂലല്ലോ, അവളുടെ തീരുമാനത്തില് മാറ്റമില്ല. ഉമ്മ പരാജയപ്പെട്ടു. വാപ്പയാട് കടന്നു വരുന്നത് ചിരിക്കുന്ന മുഖത്തോടെ തല ഉയർത്തി നടന്ന വാപ്പ 18കാരിയുടെ മുമ്പിൽ തല താഴ്ത്തി പിടിച്ച് കരഞ്ഞുകൊണ്ടുവരികയാ. നാണം കെടുത്തല്ലേ മോളെ, ഇനി നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തി നടക്കാൻ കഴിയില്ല, ഇനി നിന്റെ കൂടപ്പറപ്പിന് നല്ല ഒരു ജീവിതം കിട്ടൂല, അതുകൊണ്ട് കുടുംബസമേതം നീ പോയാൽ ആത്മഹത്യ ചെയ്യലല്ലാതെ വേറെ വഴിയില്ല, അതുകൊണ്ട് എന്നെ പറ്റിക്കരുത്, എന്നെ നാണം കെടുത്തരുത്, എന്റെ പൊന്നുമോള് മറക്കണേ. അവളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. പിന്നെ വന്ന് ഉപദേശം തുടങ്ങി. വീട്ടുകാര്, നാട്ടുകാര്, കുടുംബക്കാര്, കൂട്ടുകാര്, മഹല്ലുകാര്. അവസാനം പള്ളിയിലെ ഖതീബ് വന്നു, മരണം പറഞ്ഞു, ഖബർ പറഞ്ഞു, നരകം പറഞ്ഞു, പരലോകം പറഞ്ഞു, സിറാത്ത് പറഞ്ഞു, മീസാൻ പറഞ്ഞു. അവൾ അനങ്ങത്തില്ലല്ലോ, അവളുടെ തീരുമാനത്തിൽ മാറ്റമില്ലല്ലോ. വീണ്ടും അവന്റെ കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാ. വീണ്ടും ഒരവസരം കിട്ടുമ്പോ കോടതിയിൽ വെച്ച് പറയും, 18 കൊല്ലം പോറ്റി വളർത്തിയവനെ വേണോ, അതോ 18 ദിവസം മുമ്പ് പരിചയപ്പെട്ടവനെ വേണോ? എനിക്ക് അവനെ മതിയെന്ന് പറഞ്ഞ് ഫർദയും ധരിച്ച് അവരുടെ ദേവാലയത്തിൽ പോയി കല്യാണം നടത്തിയിട്ട് അതിന്റെ ഫോട്ടോ പോലും എടുത്തിട്ട് കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കുന്ന മക്കളെ കാണുമ്പോ ഉമ്മ ചിന്തിക്കുന്നു, പടച്ചവനെ, എന്റെ മകളുടെ ഹൃദയം കരിങ്കല്ലായി പോയോ, ഇവളെന്തേ ഇങ്ങനെ ആയിപ്പോയത്? അതിന്റെ കാരണം ഞാൻ പറയട്ടെ. അവരുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം പിന്നെ കേറൂലടോ. വൈൻ തദൂഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അവരെ നന്നാക്കാൻ ഈ ലോകത്താരെ കൊണ്ടും പറ്റൂല. ഈ ലോകത്ത് ആരൊക്കെ തലകുത്തി കിടന്നാലും ആരൊക്കെ വഴുതു പറഞ്ഞാലും അവര് നന്നാകില്ലടോ, അവര് നന്നാകില്ലടോ. എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ലടോ. ഉസ്താദേ, 15 വയസ്സുള്ളവൻ 20 വയസ്സുള്ളവന് കഞ്ചാവടിച്ച് വീട്ടിൽ കയറി വന്നിട്ട് ഉമ്മാനെ ചീത്ത വിളിക്കുകയാ, വാപ്പാനെ തല്ലാൻ കൈവെക്കുകയാ. ഇവൻ എന്തേ ഇങ്ങനെയായി പോയത്? ഇവൻ നന്നാകുന്നില്ലല്ലോ. എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല. നിങ്ങളാര് പറഞ്ഞാലും അവര് കേൾക്കൂല. നിങ്ങളാര്
ആര് പറഞ്ഞാലും അവര് കേൾക്കൂല. അല്ലാഹു പറയുകയാ, വൈദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു പറയുകയാ, അവരുടെ ചെവിയും അവരുടെ ഹൃദയവും അള്ളാഹു അടച്ച് സീലി വെച്ചിരിക്കുകയാ, എഴുതി തള്ളിക്കളഞ്ഞു. ഇനി നിന്റെ എന്ന് ഒരു ഉപദേശം ഏക്കൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വർക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. റമളാനിന്റെ 1-ാമത്തെ രാത്രിയിൽ തന്നെ ഭൂമിയിലുള്ള സർവ്വ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇടൂലേ? റമളാനിന്റെ 1-ന് തന്നെ ഇടൂലേ? എന്നിട്ടും വീടിയും വലിച്ച് മുണ്ടും മടക്കി കൊടുത്ത് നടക്കണ ചിലതിനെ കണ്ടിട്ടില്ലേ? റമളാനി പോലും പള്ളി കയറാതെ നിസ്കരിക്കാതെ അടക്കണ ചില കാക്കാമാരില്ലേ? ഉണ്ടോ? ഇല്ലേ അത്തമാരെ? നീ നിന്റെ ഇക്കാനോട് ചോദിക്കത്തില്ല, ഇക്ക നിങ്ങൾ എന്താ ഇങ്ങനെ? നിങ്ങളുടെ സുഖമില്ലാത്ത ഉമ്മയും ബാപ്പയും വരെ നോമ്പ് പിടിക്കുന്നു, നിങ്ങൾ എന്താ ഇക്ക? മരണമില്ലേ? കബറില്ലേ? പോടി മാറി നരകവും കബറൊക്കെ പോ. പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം എഴുതി അല്ല സീലടിച്ചു കഴിഞ്ഞു. ഇനി അതിനങ്ങനെ തന്നെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതാ തെറ്റ് ചെയ്താ വരുന്ന വിഷയം. ഇതാണ് തെറ്റ് ചെയ്താ വരുന്ന വിഷയം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ല എഴുതി അങ്ങ് തള്ളും. അവരിങ്ങനെ നടക്കുന്ന കാണാം. ഒരു കാര്യമില്ല. ജബ്ബാർ എന്നും ഹുസൈൻ എന്നൊക്കെ ആയിരിക്കും പേര്. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ തെറ്റിലേക്ക് അടുക്കുക പോലും ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം, തെറ്റ് ചെയ്താൽ ഈമാനിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. 2 ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഖുർആൻ നീ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല കാര്യം. അള്ളാഹു പറയുകയാ, കല്ല, അങ്ങനല്ല. അള്ളാഹു പറയുക, നീ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. അവന്റെ ഹൃദയത്തിനകത്ത് നിന്ന് ഈമാനിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. 2 അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അൽ മുഹ്ലികാതു ലിൽ അമാലി സ്വാലിഹാ. നന്മകളെ പാപങ്ങള് തിന്നുകയാ. നന്മകളെ പാവങ്ങളെ തിന്നുകളയുമടോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അതദ്റൂന മൽ മുഫ്ലിസ് ഖാല അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, പാവപ്പെട്ടവൻ ആരെന്നറിയോ? ദരിദ്രൻ ആരെന്നറിയോ? പണമില്ലാത്തവനല്ല, ധരിക്കാൻ വസ്ത്രമില്ലാത്തവനല്ല. പടച്ചവനെ, തന്റെ കയ്യിൽ കഴിക്കാൻ ഭക്ഷണമില്ലാത്തവന്, വസ്ത്രമില്ലാത്തവനല്ല യഥാർത്ഥ ദരിദ്രൻ. ആരാണ് പാവപ്പെട്ടവൻ എന്നറിയോ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്തൊരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. നബി തങ്ങൾ പറയുന്നു, ഇന്ന ഉമ്മത്തി മയ്യതി യൗമൽ ഖിയാമ ബിസ്സലാത്തി വസിയാമി വസ്സകാത്ത്. ഒരുപാട് നിസ്കാരങ്ങൾ കൊണ്ട്, ഒരുപാട് നോമ്പുകൾ കൊണ്ട്, ഒരുപാട് സദഖകളുമായി ഒരു മനുഷ്യൻ നാളെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. ഒരുപാട് നന്മകളുമായി ഒരു പെണ്ണ് കടന്നു വരുന്നു. അള്ളാഹുവിന്റെ കോടതിയിൽ വന്ന് നിൽക്കുമ്പോ ഒരു മനുഷ്യൻ വന്നിട്ട് പറയും, ഇവൻ എന്നെ ഏശനി പറഞ്ഞവനാണ്, എന്നെ ചീത്ത വിളിച്ചവനാണ്, എന്നെ പറ്റിച്ചവനാണ്, എന്നോട് പടച്ചവനെ എന്നെ ഉപദ്രവിച്ചവനാണ്. പടച്ചറപ്പിന്റെ മുന്നിലെ ജനങ്ങൾ ഇങ്ങനെ വന്ന് പറയുമ്പോ ഇവന്റെ നന്മകൾ അല്ലാഹു എടുത്തെടുത്ത് കൊടുക്കുകയാ. ചീത്ത വിളിച്ചവന് കൊടുത്തു, കളിയാക്കിവന് കൊടുത്തു, യേശനി പറഞ്ഞ ആളുടെ പകരം കൊടുത്തു. ഇങ്ങനെ ഇവന്റെ നോമ്പും സദഖകളുമെല്ലാം അല്ലാഹു പറക്കി കൊടുക്കുകയാ. എന്നിട്ടും വരിയായി നിൽക്കുകയാണ്. നന്മകൾ മുഴുവനും തീർന്നു. എന്നാ നിന്റെ തിന്മകൾ മുഴുവനും എടുത്ത് ഇവന്റെ തലയിൽ കെട്ടിവെക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, ഒരുപാട് നന്മകളുമായി വന്നു അവസാനം ഒന്നുമില്ലാത്ത ഫക്കീറിനെ പോലെയാവുക.
പറയുകയാ, നോമ്പില്ലാഞ്ഞിട്ടാണോ, നിസ്കാരമില്ലാഞ്ഞിട്ടാണോ, സദക്ക കൊടുക്കാഞ്ഞിട്ടാണോ, എല്ലാ സൽക്കർമ്മവും ഇവന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ പാപങ്ങൾ കാരണം ജനങ്ങൾക്ക് വിഹിതം വെച്ചു കൊടുത്തു. ഇവനാണ് മുഫ്ലിസ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഏറ്റവും കൂടുതൽ നന്മ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യം നാവാപങ്ങള്. ഏസണിയും പരദൂഷണവും പറയുന്നവരുണ്ടല്ലോ. 4 പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ, 4 പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ എൻ്റെ പടച്ചവനെ അല്ലാഹു കാക്കുമാറാകട്ടെ. ഞങ്ങൾ ചില ആൾക്കാരുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി, പത്രത്തിൽ കൊടുക്കുന്ന പോലെ. ഒരാളോട് പറഞ്ഞാൽ മതി, പത്രത്തിൽ കൊടുത്തതുപോലെ നാട് മുഴുവനും അറിയും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇവരൊക്കെ ഇല്ലേ, ഇവിടൊക്കെ ഈ തൊഴിലുറപ്പ് പണിയുണ്ടോ അപ്പ? അല്ലാഹുവേ അടച്ചാണ്. ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര ബഹളം കേൾക്കുന്നു. ഞെട്ടി ഉണർന്ന് എന്താ അല്ലാ വിഷയം, വീട് വല്ലതും കത്തിയോ അറിയില്ല, വലിയ ബഹളം. മുകളിൽ കയറി നോക്കുമ്പോൾ ഒരു 77 എണ്ണമുണ്ട്. 2 ഗ്രൂപ്പ് 3 ഗ്രൂപ്പായിട്ട് നിന്നിട്ട് എന്തൊക്കെ ചർച്ച, നെയ്മറിനെ കുറിച്ചൊക്കെ അർജന്റീനയെ കുറിച്ചൊക്കെ ചർച്ച അവിടെ അടക്കണം. അല്ലാഹു അഅലം. പടച്ചറപ്പേ, അല്ലാഹു ഈമാൻ നൽകുമാർ. നിങ്ങളൊന്നും അല്ലട്ടാ, നിങ്ങളൊക്കെ നല്ലവരാ. അല്ലാഹു ദീർഘായുസ്സരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 പെണ്ണുങ്ങൾ, ഉദാഹരണം ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്, ആണുങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യും, പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. ആണുങ്ങൾ ഒരുമിച്ച് കൂടിയ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാറ്? 4 ആണുങ്ങൾ ഒരുമിച്ച് കൂടിയ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യും? പറയടോ കാക്കാമാരെ, രാഷ്ട്രീയമാണോ പറയണേ? അല്ല, പൈസ ഉണ്ടാക്കാനുള്ള വഴി എന്താണ്? 4 ആണുങ്ങൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ബിസിനസിനെ കുറിച്ച് ചർച്ച ചെയ്യും. 4 പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിയാലോ? അങ്ങനെ ഞാൻ പറയില്ല. 4 പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടി എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യും? കെട്ടിയവനെ കുറിച്ച് ചർച്ച ചെയ്യും, ഭർത്താവിനെ കുറിച്ച്. എങ്ങനെയുണ്ടടി നിന്റെ കെട്ടിയവൻ? അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്റെതോ അല്ലാ പടച്ചനെ, പറയാതിരിക്കില്ല നല്ലത്. 4 പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയമില്ല, സാമ്പത്തികമില്ല, ഭർത്താവിന് എത്ര കൊടുക്കാൻ പറ്റും അത്രയും കൊടുക്കും. അങ്ങനെ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു ഹദീസ് തന്നെയുണ്ട് സഹീഹുൽ ബുഖാരിയിൽ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് പറയുന്നു, കുറച്ച് പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നപ്പോ പെണ്ണുങ്ങൾ അവരവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇങ്ങനെ, എൻ്റെ ഭർത്താവ് ഇങ്ങനെ, എൻ്റെ ഭർത്താവ് ഇങ്ങനെ. ഒരൊറ്റ പേജ് ഒരു ഹദീസ് തന്നെ ഉണ്ട്. ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നബിതങ്ങളുടെ മടിയിൽ കിടന്നിട്ട് ഈ പെണ്ണുങ്ങൾ മുഴുവനും അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞ കഥ നബിതങ്ങളോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എല്ലാ പെണ്ണുങ്ങളുടെയും കഥ പറഞ്ഞു കൊടുത്തിട്ട് നബിതങ്ങൾ ചോദിച്ചു, ഇനി എന്നെ കുറിച്ച് നിനക്ക് എന്താ പറയേണ്ടത്? ഒരു വലിയ മനോഹരമായ ഇൻഷാഅല്ലാഹ് ഞാൻ ആ വിഷയം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ തിന്മകൾ, പാപങ്ങൾ നന്മയെ തിന്നുകളയും, വിറക് തിന്നുന്നത് പോലെ, തീ വിറകിനെ തിന്നു തീർക്കുന്നത് പോലെ നിന്റെ നന്മകളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, തിന്മകൾ വിഴുങ്ങിക്കളയും, തിന്നുകളയും. അതുകൊണ്ടാ അള്ളാഹു തിന്മയിലേക്ക് നീ അടുക്കരുത്, നീ മോശമായ കാര്യങ്ങളിലേക്ക് പോകരുത് എന്ന് പറയാനുള്ള കാരണം ഇതാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല, 11 മണിയായി. ഒറ്റ ഒരെണ്ണം കൂടെ പറഞ്ഞു നിർത്താം. 3 നബിതങ്ങൾ പറഞ്ഞു, നന്മയും തിന്മയും ഒരുപോലെ കാണുന്ന സമുദായം. ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ. ഒരു 15 വർഷം മുമ്പ് കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ പള്ളി വരുവോ? പള്ളി വരുവോ? ഒരു 15 കൊല്ലം മുമ്പ് കള്ളു കുടിക്കുന്നവൻ പള്ളി വരുവോ? വരത്തില്ല. പള്ളി വരുന്നവൻ കള്ളു കുടിക്കാൻ പോവോ? പോകത്തില്ല. വ്യഭിചരിക്കുന്നവൻ പള്ളി വരൂല, പള്ളി വരുന്നവൻ വ്യഭിചരിക്കൂല. പലിശ കച്ചവടം നടത്തുന്നവൻ പള്ളി വരത്തില്ല, പള്ളി വരുന്നവൻ പലിശ കച്ചവടം നടത്തില്ല. ഇന്ന് കള്ളും കുടിക്കും, പള്ളി വന്ന് നിസ്കരിക്കുകയും ചെയ്യും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ? കള്ളും കുടിക്കും, പള്ളി വരും. കഞ്ചാവടിക്കും, പള്ളി വരും. പലിശ കച്ചവടം നടത്തും, പടച്ചവനെ ഹറാമായ പണം ഉണ്ടാക്കും. ലോട്ടറി എടുത്തിട്ട് 1ാമത്തെ സഫി വന്നിരിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യഭിചാരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പള്ളിക്കകത്ത് മാത്രമല്ല, കമ്മിറ്റിക്കകത്ത് വരെ കയറിയിരിക്കും. ഇതവസ്ഥ. പള്ളിയിലെ ഖത്തീബിന് പേടിയ. പള്ളിയിലെ ഖത്തീബെങ്ങാണം കള്ളുകുടിയെ കുറിച്ച് പറഞ്ഞാൽ, പലിശ കച്ചവടത്തെ കുറിച്ച് പറഞ്ഞാൽ, പള്ളിക്കകത്ത് ഇരിക്കുന്നവൻ തന്നെ പറയാം, അളിയ അങ്ങേര് എന്നെ ഉദ്ദേശിച്ച ഇത് പറയുന്നത് കേട്ടോ, ഇതെന്നെ ഉദ്ദേശിച്ച, ഇവൻ ഇവിടെ ഇരുത്തരുത്, പറഞ്ഞു വിടണം. അത് തന്നെ ഇതവസ്ഥ. പള്ളിക്കകത്ത് പറയാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ. തെറ്റുകൾ, കള്ളും കുടിക്കും, നിസ്കരിക്കുകയും ചെയ്യും. എന്നാൽ നിസ്കരിക്കുന്നവൻ കള്ളു കുടിക്കും, അതില്ല. കാലം മാറി, തെറ്റുകൾ ഇന്ന് അങ്ങനായി മാറിയിരിക്കുകയാ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവം തെറ്റുകൾ നിസ്സാരമായി കാണാം. ഉസ്താദ് ഇപ്പം എന്താപ്പാ ഉസ്താദ് ഫ്ലക്സ്, പണ്ട് ഏതെങ്കിലും പള്ളിയുടെ മുമ്പിൽ ഫ്ലക്സ് ഉണ്ടോ? വയലിൻ്റെ നോട്ടീസ് കൊടുക്കലെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ലോകകപ്പ് നടത്തിയപ്പോൾ ബർക്കത്തിനാണെന്ന് തോന്നി എല്ലാ പള്ളിയുടെ മുമ്പിൽ ഓരോ ഫ്ലക്സ് ഉണ്ട്. അള്ളാഹു ആലം, അടുത്ത കൊല്ലം മിനാരത്തിൻ്റെ മുകളിൽ കയറുമായിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാനും ആലോചിച്ച്, പടച്ചനെ മുസ്ലിമീങ്ങൾ മാത്രമാണ് എന്തിനാ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ ഫ്ലക്സ് വെക്കുന്നത്? എന്തിനാപ്പാ? എടാ വേറെ എവിടെല്ലാം സ്ഥലം കിടക്കുന്നു? പള്ളിയുടെ മുമ്പിൽ കൊണ്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് വരുന്നവർക്ക് കാണാൻ. അതാ ഇന്നത്തെ കാലം അങ്ങനെയായി മാറിയിടോ. ആരും ദീനുമായിട്ടുള്ള ബന്ധമില്ലാതെ പോകുന്നു. ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യും. ഇനി ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് തന്നെ കാണിക്കും. ഉസ്താദ് നിങ്ങൾ എത്ര പറഞ്ഞാലും ഞങ്ങളിങ്ങനെ, ഇന്നത്തെ തലമുറ ഞങ്ങളിങ്ങനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കടോ, മനസ്സിലാക്കടോ. ഇന്ന് ഡിസംബർ 31 എറണാകുളത്ത് പോയിരിക്കുക. വണ്ടി വിളിച്ചിട്ട് പലരും ഹജ്ജിന് പോയതൊന്നുമല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങളാരും പോണ്ട, എന്താന്ന് കാണാനൊന്നും പോണ്ട. ഇപ്പം ഈ അടുത്ത് ക്രിസ്മസ് കഴിഞ്ഞ് ഇല്ലേ? ക്രിസ്മസ് ഇവിടെ കൊണ്ടപ്പോൾ ക്രിസ്മസ് പിന്നെ മലക്കുകളല്ലേ അല്ലേ, എല്ലായിടത്തും ഉണ്ടിപ്പോൾ. ഞാൻ നോക്കുമ്പോൾ, ഞാൻ ഒരു വീട്ടിൽ പോയതാ. അപ്പോൾ ഇങ്ങനെ കുറേ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ ക്രിസ്മസ് ചെണ്ടടിയൊക്കെ ഇല്ലേ, പാട്ടൊക്കെ ഇല്ലേ? ഇല്ലേ? ഓ ഇല്ലേ? നിങ്ങളൊക്കെ മലക്കുകൾ, ഞാൻ മാത്രം മനുഷ്യൻ. ഇല്ലേപ്പാ? തൊപ്പിയൊക്കെ വെച്ചിട്ടില്ലേ? അപ്പൊ ഇങ്ങനെ എല്ലാ വീട്ടിലും, നേരത്തെ അവരുടെ വീട്ടിൽ മാത്രമേ കയറി, ഇപ്പൊ എല്ലാ വീട്ടിലും കയറും കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ എല്ലായിടത്തും. അപ്പൊ എല്ലാ വീട്ടിലും കയറി അടിച്ച് നമ്മുടെ വീട്ടിലും വന്നു, ജേസന്റെ വീട്ടിലും വന്നു. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇവരിങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് ബൈത്തൊക്കെ പാടിയിട്ട് സാധനം തൊപ്പി ഊരിയിട്ട് ഇങ്ങനെ പൈസ വാങ്ങും. നമ്മൾ ബക്കറ്റ് എടുക്കും, അവർ തൊപ്പി എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ പൈസ മേടിച്ചിട്ട് തിരിച്ചിറങ്ങി പോകുമ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കി. ഞാൻ ഇറങ്ങി ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു അസ്സലാമു അലൈക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അവരുടെ കൂട്ടത്തിലൊരു പയ്യനോട് പറഞ്ഞു അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞില്ല, എന്ത് ചെയ്യാനാ? അപ്പം എനിക്ക് മനസ്സിലായി ഈ കൂട്ടത്തിൽ നമ്മുടെ ആൾക്കാരുണ്ടെന്ന്. ഇതവസ്ഥ. അതിനകത്ത് നമ്മുടെ മക്കൾ. ഈ കഴിഞ്ഞ ഓണത്തിന് മാവേലിയുടെ കോലം കെട്ടിയിട്ട്, യൂട്യൂബുള്ളവർക്കറിയാം, യൂട്യൂബിലെ കണ്ട മാവേലിയുടെ കോട്ടം കെട്ടി ഒരാൾ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരാൾ കയറിപ്പോൾ അസ്സലാമു അലൈക്കും, അവൻ പറയുന്ന വലൈക്കും സലാം. അതും അതിനകത്ത്. ഇത് തെറ്റാണോ? ഇല്ല, ഇത് സൗഹാർദ്ദം സിറാജെ, സൗഹാർദ്ദം. എല്ലാം ഉത്സവങ്ങൾ നടക്കുന്നു, ഗാനമേളകൾ നടത്തുന്നു, വെടിക്കെട്ടുകൾ നടത്തുന്നു. എവിടെ? എല്ലാം പള്ളിക്കകത്ത് നടക്കുന്നുണ്ട്. അല്ലാഹു ആലം. പടച്ചോൻ നമ്മളെ കാക്കുമാറാകട്ടെ. എടോ, നിങ്ങൾക്കറിയോ തെറ്റുകൾ? പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനെ കുറിച്ച്, മോഡിയൊന്നുമല്ല നമ്മുടെ ശത്രു, നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസ. അവൻ അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ നിന്റെ അടിമകൾക്ക് മുഴുവനും ഖുർആൻ ഉണ്ടല്ലോ. ഇന്ന് ഏത് ആഘോഷത്തിന് പോയാലും ഈ പാട്ടില്ലാത്ത എന്തെങ്കിലും പരിപാടി ഉണ്ടോ? പാട്ടില്ലാത്ത എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇപ്പൊ ഡിജെയുടെ കാലമാണല്ലോ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇബ്ലീസ് ചോദിച്ചു, അല്ലാ നിന്റെ അടിമകൾക്ക് മുഴുവനും ഖുർആൻ ഉണ്ട്, എനിക്കും വേണം ഒരു ഖുർആൻ, എൻ്റെ കൂട്ടുകാർക്കും വേണ്ട ഒരു ഖുർആൻ, എൻ്റെ അനുയായികൾക്കും വേണം ഒരു ഖുർആൻ. അപ്പൊ അള്ളാഹു പറഞ്ഞു, നിന്റെ കൂട്ടുകാർക്കുള്ള ഖുർആനാണ് സംഗീതം. അതാണ് ഇപ്പം കണ്ടില്ലേ, എവിടെ പോയാലും സംഗീതം. അതാണ് സംഗീതം, പാട്ട്, എല്ലാ ഗാനമേളകൾ എല്ലാം അൽഹംദുലില്ലാ അത് അവൻ്റെ ഖുർആനാ. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളു കുടിക്കാൻ പാടില്ല. ഒരു തുള്ളി കള്ള് തൊണ്ടയ്ക്ക് താഴെ ഇറക്കിയാൽ അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. കള്ളു കുടിക്കാറുണ്ടോ ഇപ്പം ആരെങ്കിലും? കള്ളു കുടിക്കാറുണ്ടോ? ഇപ്പോൾ പുള്ളന്മാരൊന്നും കള്ളു കുടിക്കുന്നില്ല, എല്ലാം കഞ്ചാവ് അടിക്കുന്നത്. ആരാ കള്ളു കുടിക്കുന്നത്? ഇപ്പൊ കള്ളൊന്നും ആർക്കും വേണ്ടടോ. ഇപ്പൊ MDM ഇല്ലപ്പാ വലിച്ച്, ഉസ്താദെ ഒന്ന് വലിച്ചു നോക്കണമെന്നാ പറയണേ. ഉസ്താദിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. പെണ്ണുങ്ങൾ അടിക്കുന്നുണ്ടല്ലേ, വീടി വലിയൊക്കെ ഇടയ്ക്കിടയ്ക്ക്. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, മുസ്ലിം പെണ്ണാ, കല്യാണമൊക്കെ ഉറച്ചു, പക്ഷെ അവൾക്ക് ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദുശീലം മാത്രം മാറ്റാൻ പറ്റണില്ല. എന്ത് വലിക്കണത്? സിഗരറ്റ് വേണമെന്നാ പറയുന്നതെന്ന്. ഇതവസ്ഥ. പെണ്ണുങ്ങളും തുടങ്ങി. അല്ലാഹു ആലം. പടച്ചോനെ, ബിയറൊക്കെ അടിക്കുന്ന താത്താമാരുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇവിടെ കള്ളുകുടിയൊക്കെ ഇന്നത്തെ ഈ ഉമ്മത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാ. അല്ലാഹു ആലം. നന്നാകണം സഹോദര. വളരെ മോശമായ ജീവിതം നമ്മളൊക്കെ മാറ്റിയിട്ട് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം. ഞാൻ ഓതിയ ആയത്തതാ, ഞാൻ ഒന്നാമത് ഓതിയ ആയത്തേതാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നമ്മളൊക്കെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാ. നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാ. ആ ബോധമാണ് നമുക്ക് വേണ്ടത്. മരണമുണ്ട് സിറാജ. ഈ ജീവിതം ആഘോഷിക്കാനുള്ളതാണ്, സുഖിക്കാനുള്ളതാ. നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഇങ്ങനൊന്നും ജീവിക്കാനുള്ളതല്ല. മരിച്ച് മണ്ണോട് അലിഞ്ഞു പോകുന്നവർ
ഈ ജീവിതം ഇങ്ങനെയുള്ളതല്ല. ഇത് സുഖിക്കണം, ആസ്വദിക്കണം, ജുബയും തൊപ്പിയും ഇട്ട് മലക്കുകളെ പോലെ സ്വപ്നലോകത്തിന് വേണ്ടി ജീവിക്കാനുള്ളതല്ല. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, സുഖിക്കാനുള്ളതാണെന്ന് പറയുന്ന യുവത്വമേ, ഓനെ കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കണേ. പെങ്ങളെ, ഇന്ന് വാഴ കടിഞ്ഞു പോകുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിലേക്ക് നീ ഒന്ന് നോക്കണേ. കുല്ലും മ്രിഇൻ മുസബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പ് നിന്റെ കാലിന്റെ തുലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഈമാനിന്റെ വെളിച്ചം കേറൂല. നന്മകളെ തിന്നുന്നതാണ് പാപങ്ങള്. അതുപോലെ എല്ലാ തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. പടച്ചവനെ എല്ലാം ബാലൻസ് പോലെ ഒരുമിച്ച് കൊണ്ട് നടക്കുകയാ. നിസ്കരിക്കുന്നുണ്ട്, അതാ മോശമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ രോഗങ്ങൾ മാറണോ? ക്യാൻസറിനെക്കാളും വലിയ രോഗമാണ്, ട്യൂമറിനെക്കാളും വലിയ രോഗമാണ്. ഏറ്റവും വലിയ രോഗം നമ്മുടെ ഹൃദയത്തിനാണോ? നമ്മുടെ ഹൃദയത്തിലെ രോഗങ്ങളെ നമ്മൾ ചികിത്സില്ലെങ്കിലോ, പടച്ചവനെ, ഒരു തലവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, അതാ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ടാബ്ലറ്റ് കഴിക്കുന്നോ, വേദന മാറുന്നോ, മിണ്ടാതെ നടക്കുന്നോ, പിന്നെയും വരുന്നു. ടാബ്ലറ്റ് കഴിക്കുന്നോ, മാറുന്നോ, പിന്നെയും നടക്കുന്നോ, പിന്നെയും വരുന്നു. ഇങ്ങനെ വരുമ്പോ കഴിച്ചിട്ട് കാര്യമില്ലടോ. കാരണമാണ് കണ്ടുപിടിക്കേണ്ടത്, ഇതിന്റെ കാരണമാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് യഥാർത്ഥ മരുന്ന് കഴിക്കൂ. അതുകൊണ്ട് ഡിസംബർ 22 പിരിയുമ്പോ ഈ അവസാന സമയം പറയാനുള്ളത്, ഹൃദയത്തിന്റെ രോഗങ്ങൾക്ക് ഞാനൊരു മരുന്ന് പറഞ്ഞു തരാം. ഹൃദയത്തിന്റെ രോഗം മാറാൻ ഏഷണിയാകട്ടെ, പരദൂഷണമാകട്ടെ, ദുസ്വഭാവമാകട്ടെ, അഹങ്കാരമാകട്ടെ, ധിക്കാരമാകട്ടെ, നന്ദികേടാകട്ടെ, എല്ലാ രോഗങ്ങളും മാറണമെങ്കിൽ ഹൃദയത്തിലൊരു ചികിത്സ നടത്തണം. അതുകൊണ്ട് ഹൃദയത്തിലെ രോഗം മാറാൻ ഒരേ ഒരു മരുന്ന് പറഞ്ഞു തരാ. ദവാഉൽ ഖൽബി ഖംസാ. ഹൃദയത്തിലെ രോഗം മാറാനുള്ള മരുന്ന് 5 എണ്ണമാണ്. ഹൃദയത്തിലെ രോഗം മാറാനുള്ള മരുന്ന് 5 എണ്ണമാണ്. ഒരേ ഒരു മരുന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. ഹൃദയത്തിലെ രോഗം മാറണോ? ഹൃദയത്തിനകത്ത് അല്ലാഹുവിന്റെ ദീൻ വരണോ? അല്ലാഹു വരണോ? നബിതങ്ങൾ വരണോ? നന്മകൾ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാകണോ? തെറ്റ് കണ്ടാ തടയുന്നവനാകണോ? അതുകൊണ്ട് പെങ്ങള്, ഹൃദയത്തിലെ രോഗം മാറാനുള്ള 5 മരുന്നുകളുണ്ട്. ആ 5 മരുന്നുകൾ കടിച്ചോ, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. ഈ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമല്ലോ. അതിലെ ഒന്നാമത്തെ മരുന്നേതാ? നിങ്ങളുടെ ഹൃദയത്തിലെ രോഗം മാറാനുള്ള ഒന്നാമത്തെ മരുന്നേതാ? ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോഴും കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും ചിന്തിക്കണോ. അല്ലാഹുവിന്റെ കലാമാണ് ഇത്, അല്ലാഹുവിന്റെ ഖുർആനാണ് എന്ന ബോധമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. ചുമ്മാതെ 4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് ഖത്തം ഓതി തീർക്കുന്നതിലെ കാര്യമില്ല. ഓതുന്നത് എന്താണെന്ന് മനസ്സിലാക്കണോ. ഒരായത്താണ് പഠിച്ചത്, ഒരായത്താണ് ഓതിയത്, ഒരു സൂറത്താണ് കേട്ടത്. മോനെ, ചിന്തിക്കടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞത് ചിന്തിക്കാറില്ലേ? അതുകൊണ്ട് ചിന്തിക്കുമോര്. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്ന സമയത്ത് ചിന്തിക്കൂ, ഓതുന്ന സമയത്ത് ചിന്തിക്കൂ. അതിലൂടെ നിന്റെ ഹൃദയത്തിലെ രോഗം മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവിന്റെ ഖുർആനാണെന്നുള്ള ബോധം വേണം. ഒന്നുമില്ലാതെ തൊടല്ലേ, ഖിബ്ലയുടെ നേരെ ഇരുന്ന് ഓതണേ, ഖിബ്ലയുടെ നേരെ ഇരുന്ന് ഓതണേ. ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കല്ലേ.
ഒതുവെടുക്കാറുണ്ട്, കിബിലയുടെ നേരെ ഇരിക്കാറുണ്ട്. പക്ഷേ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കുന്ന ഉമ്മ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നമകളെ വിവാഹം കഴിച്ച അലിയാര് നിങ്ങൾ പറയുകയാ, നിനക്കറിയാനട്ടാ, നിനക്കതിനെ കുറിച്ച് അറിയാനട്ടാ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ചാൽ, സംസാരിക്കല്ലേ ഉപ്പമാരെ, കഷ്ടപ്പെട്ടത് വെറുതെയാ, കഷ്ടപ്പെട്ടത് വെറുതെയാ. 40 ദിവസത്തെ അമല് നഷ്ടപ്പെടും ഉമ്മ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിച്ചാൽ, ഖുർആൻ ഓതുവോ, ഓതും, ഒതുവെടുക്കും, കിബിലയുടെ നേരെയാണോ, കിബിലയുടെ നേരെ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, അപ്പോഴാ ഫോൺ, അളിയാ ഞാൻ ഓതിക്കൊണ്ടിരിക്കുക അളിയാ, പിന്നെ വിളിക്ക്, അസ്സലാമു അലൈക്കും, പിന്നെ ഓതൽ. സുഖമാണോ ഉസ്താദ്, റാഹത്താണോ? അവിടെ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ 6 സ്ഥലങ്ങളിൽ വെച്ച് ദുനിയാവിന്റെ കാര്യം പറയരുത്. 6 സ്ഥലങ്ങളിൽ വെച്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുനിയാവിന്റെ കാര്യം പറഞ്ഞ 40 കൊല്ലത്തെ ഇബാദത്ത് പോകുന്ന. ഞാനതുകൊണ്ട് 40 എന്നുള്ളത് 40 കൊല്ലം എന്നുള്ളത് ഞാൻ 40 ദിവസമാക്കി പറഞ്ഞത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയ 2 അഭിപ്രായമുണ്ട്. ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിച്ചാൽ 40 ദിവസം ചെയ്ത അമലുകൾ നഷ്ടപ്പെട്ടു പോകും. ഒരു വട്ടം സംസാരിച്ചാൽ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അത്രയും നിസാരമായി നമ്മൾ ഖുർആനിനെ കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അതിനെക്കുറിച്ച് നിനക്കറിയാഞ്ഞിട്ട, അത്രയും ഇഖ്ലാസാ.